താളവും ധ്യാനവും സെഷൻ അവതരിപ്പിക്കുന്നതിലേക്കായിട്ട് ഏട്ടനെ ക്ഷണിക്കുന്നു. നന്ദി. നമസ്കാരം. എവർക്കും സന്തോഷകരമായിരിക്കട്ടെ, സുഖകരമായിരിക്കട്ടെ. ധ്യാനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ സങ്കല്പങ്ങളും സങ്കല്പനങ്ങളുമാണുള്ളത്. അപ്പോ അവയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെ നമ്മുടെ ധ്യാന സങ്കല്പത്തെ അതിനെയും ഒന്ന് പരിചയപ്പെടുത്താം ധ്യാനത്തിലൂടെ തന്നെ. ധ്യാനം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്ന് നിങ്ങൾക്ക് മിക്കവർക്കും അറിയുമായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ധ്യാനം, അത് സംഭവിക്കലാണ്. നിദ്ര പോലെ, പ്രണയം പോലെ സംഭവിക്കുന്നതാണ് ധ്യാനം. അതിലേക്ക് നാം ഒഴുകിയെത്തുകയാണ് വേണ്ടത്. അതിലേക്കുള്ള ചില സങ്കേതങ്ങൾ, ചില ടൂളുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെല്ലാം തന്നെ അത്തരം ടൂളുകൾ ഉപയോഗിക്കുന്നവരാണ്. അത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ധ്യാനം എന്നുള്ള വിഷയപരിചയത്തിന് മുമ്പായിട്ട് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിൽ ഒന്നായ ശ്രീ പങ്കജാക്ഷക്കുറുപ്പ് അയൽക്കൂട്ടങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച അയൽപക്കങ്ങളെല്ലാം ഒരു ഗൃഹങ്ങളാകണം എന്ന ഭാവന മനുഷ്യനിൽ ഉണ്ടാക്കുവാനായിട്ട്, പ്രായോഗിക ജീവിതത്തിൽ പ്രയോഗിക്കുവാനായിട്ട് ഉണ്ടാക്കിയ ഒരു ധ്യാന നിർദ്ദേശം, ധ്യാന ധാരണാ നിർദ്ദേശം. അതിന്റെ ഒരു നവീന ആവിഷ്കാരമാണ് ബന്ധുത്വമനനം എന്നുള്ളത്. അത് കേട്ടുകൊണ്ട് തുടങ്ങാം. അതിനു മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സന്തോഷ് ഒളിമ്പസ് എന്നാണ്. 49 വയസ്സായി. പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്ത് നവഗോത്ര ഗുരുകുലത്തിലാണ് ജീവിക്കുന്നത്. 1981 മുതൽ, ഞങ്ങൾ കുട്ടികളായിരുന്ന കാലം മുതൽ ഈ പ്രവർത്തനങ്ങളിലാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ 1-2 കൂട്ടുകാർ ചേർന്നുണ്ടാക്കിയ ഒരു കുട്ടികളുടെ സയൻസ് ക്ലബ്ബാണ്. പിന്നീട് അതൊരു പരിസ്ഥിതി സ്ഥാപനമായി, ഒരു പരിസ്ഥിതി ഗവേഷണ കേന്ദ്രമായി, പരിസ്ഥിതി ആശ്രമമായി, പ്രകൃതി ആശ്രമമായി, പ്രകൃതി സാധനകൾക്കും സിദ്ധസാധനകൾക്കുമുള്ള കേന്ദ്രമായി, സമഗ്രമായ ജീവിതത്തിന്റെ മൊത്തം വീക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പഠന സംവിധാനമായി മാറിയത്. ഇപ്പോ വിരലിലെണ്ണാവുന്നവരെങ്കിലും കുറച്ചു പേരിലൂടെ ഞങ്ങൾ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ട് പ്രവർത്തിച്ചു പോകുന്നു. വളരെ ചെറിയൊരു ഓർഗനൈസേഷൻ ആണ് എങ്കിൽ പോലും വി ഡു ദ വർക്ക്. ഓക്കെ. അപ്പോ നമുക്കൊന്ന് നമ്മുടെ ഈ ഒരു പ്രോസസ്സിലൂടെ ഒന്ന് കടന്നു പോകാം. ധ്യാനം ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ധ്യാനത്തിലേക്ക് നമ്മെ കടത്തിവിടുവാനായിട്ടുള്ള ചില പാലങ്ങൾ ഉണ്ട്. ആ പാലങ്ങളിലൂടെ കടന്നു പോവുക എന്നതേ സാധ്യമാവൂ. അപ്പോ ഒരല്പനേരം കണ്ണടച്ചിരിക്കാം പ്ലീസ്. സ്വസ്ഥമായിട്ട് ഇരിക്കുക, ശാന്തമായിരിക്കുക. ഓക്കെ.
തിരികെ വരാം. കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണും ചെവിയും മുഖവും കഴുത്തും തടവി ശരീരം വഴി പാദം വരെ കൊണ്ടുപോകുക. വൈകി വന്നവർക്കും നമസ്കാരം. ധ്യാനത്തെക്കുറിച്ചുള്ള ഒരുപാട് ധാരണകൾ നമുക്കുണ്ട്. ഒരുപാട് ധാരണകൾ എന്ന് പറയുമ്പോൾ ധ്യാനം എന്നുള്ളത് ഒരു അനുഭവമായി കൊണ്ടുപോയിട്ടുള്ളതിനേക്കാളും കൂടുതൽ ധ്യാനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾക്കാണ്, ധ്യാനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾക്കാണ് ഇവിടെ പ്രചാരം കിട്ടിയിട്ടുള്ളത്. യോഗയെ പോലെ തന്നെ യോഗത്തിലാകുന്നതാണ് യോഗം, പക്ഷെ തലകുത്ത് നിന്നാൽ യോഗമായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോ അതുപോലെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നിട്ടുള്ള ഒരു മേഖലയാണ് ധ്യാനം എന്നുള്ളത്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സിദ്ധ ഗുരുവായിട്ടുള്ള പാലക്കാട് ചിറ്റൂര് സദ്ഗുരു യോഗാശ്രമത്തിലെ വെളിയോടി മണിയേട്ടന്റെ ശിഷ്യനാണ് ഞാൻ. എന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറേയേറെ ആളുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ദീക്ഷ വാങ്ങിച്ചിട്ടുള്ളവരുമാണ്. അപ്പോ നമുക്കൊക്കെ മനസ്സിലാകുന്ന ധ്യാനം എന്നുള്ളത് 30-35 വർഷത്തിലധികമായിട്ട് ആ മേഖലയിലൂടെ കടന്നു പോയപ്പോൾ മനസ്സിലായ ഒരു ധ്യാനവും ഇവിടെ പ്രചാരത്തിൽ നിൽക്കുന്ന ധ്യാന സങ്കല്പങ്ങളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. എന്താണെങ്കിലും ധ്യാനം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള സങ്കല്പങ്ങളിൽ നിന്ന് വിഭിന്നമായ ചില കാഴ്ചകളാണ് നമ്മൾ ഇവിടെ പങ്കിടുന്നത്. പൊതുവിൽ നമ്മുടെ ഒളിമ്പസിന്റെ, ഗ്രീൻ ക്രോസിന്റെ അല്ലെങ്കിൽ ക്യൂ ലൈഫിന്റെ പരിപാടികളിൽ വെളിയിൽ കിട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറില്ല. കാരണം അതെല്ലാം വെളിയിൽ അവൈലബിൾ ആണ്. നമ്മൾ യോഗ പഠിപ്പിക്കാറില്ല, കാരണം യോഗ എല്ലായിടത്തും അവൈലബിൾ ആണ്. പ്രകൃതി ജീവനം പഠിപ്പിക്കാറില്ല, എല്ലായിടത്തും അവൈലബിൾ ആണിത്. പക്ഷെ വെളിയിൽ ലഭിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പങ്കിടുന്നത്. പൊതുവായ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ സൂചിപ്പിക്കാനായിട്ട് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്താനായിട്ട് സാധാരണ ശാസ്ത്രീയമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും സാങ്കേതികമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ നമ്മൾ സ്ലൈഡ് ഷോസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുപോലൊരു സ്ലൈഡ് ഷോ ഉപയോഗിക്കുന്നുണ്ട്. അത് പരിധി വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഫ്രെയിമിലൂടെ പോകുന്നത്. കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഇട്ടുതരിക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കേട്ടത് കൊണ്ട് നിങ്ങൾ ബോധം ഉണ്ടായി, നിങ്ങളെല്ലാം എന്താ പറയുക അറ്റ്യൂണ്ടായി ആത്മസാക്ഷാത്കാരം നേടുന്നവരായി മാറുന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടൊന്നുമല്ല. നമുക്ക് എന്ത് ചർച്ച ചെയ്യണം, എന്തിനെക്കുറിച്ചാണ് അറിയേണ്ടത്, എന്തിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തൊരാൾക്കും മറ്റൊരാളെ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് ഞങ്ങളുടേത്. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന കൂട്ടത്തിന്റെ വിശ്വാസം എങ്ങനെയാണ്, മറ്റൊരാൾക്കും നമ്മെ പഠിപ്പിക്കാനാവില്ല എന്നുള്ളതാണ്. നമ്മെ പഠിപ്പിക്കാൻ കഴിയുന്നത് നമുക്ക് മുൻപേ നടന്നവർക്ക് ചില അനുഭവങ്ങൾ പങ്കിടാൻ കഴിയുമെന്നത് മാത്രമാണ് നമുക്കുള്ള ഒരു സൂചനയായി പറയാനുള്ള കാര്യം. ഇപ്പൊ വിഷയ അവതരണത്തിലേക്ക് ഞാൻ കടക്കുന്നു. സമയാസമയത്ത് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സംശയങ്ങളെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതാൻ ചെറിയ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇതിലെ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിടുക. പരിപാടിക്ക് ഇടയിൽ ഞാൻ ആൻസർ തരില്ല. ചോദ്യോത്തരയുടെ സമയത്താണ് നമ്മൾ ഇന്ററാക്ഷൻ നടക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോ കഴിവതും ഈ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നവരും നമ്മളുടെ ഇന്റേൺസും ഫെലോസും ഫാക്കൽറ്റീസും എല്ലാം തന്നെ ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കയറാം. ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യുകയാണ്. അഥവാ ക്വാണ്ടം ലൈഫ് എന്ന് പറയുന്ന സാധനാ രീതിയുടെ, ശയോഗ സാധന എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് പതിപ്പാണ് ക്യൂ ലൈഫ് എന്ന് പറയുന്നത്. അതിന്റെ സാധനാ രീതിയുടെ പഠന പരിപാടിയാണ്, ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് ഇത്. ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജ് എന്നുള്ള ആ ഒരു സമഗ്ര സുസ്ഥിര ജീവന ഗ്രാമ സംവിധാനത്തിന്റെ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പഠനത്തിന്റെ ഭാഗമാണ്. ഓക്കെ, നമ്മൾ ബന്ധുക്കളെ തേടിയാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. ഈ പരിപാടിയും നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നത് അതിനുവേണ്ടി തന്നെ, നമ്മുടെ കൂട്ടത്തിലേക്ക് കുറെ ആളുകളെ കണ്ടെത്താനും ഈ ആശയത്തിന്റെ പ്രചാരണത്തിനും വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളതിനനുസരിച്ച് തുടർന്നുള്ള യാത്രകൾ ചെയ്യാം.
ഓക്കെ, എല്ലാവർക്കും ഇത് കാണുന്നുണ്ടോ എന്നൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുന്നത് നന്നായിരിക്കും. നിങ്ങളും ഞാൻ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയി മുൻപോട്ട് പോവുക. എനിക്കിത് കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ഡൈനാമിക് മെഡിറ്റേഷൻ. ഡൈനാമിക് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചലനാത്മകമായ ധ്യാനം. ധ്യാനം നിശ്ചലമായി നിശബ്ദമായി ഒന്നുമല്ലാതിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് എന്നുള്ള ഒരു ധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഡൈനാമിക് മെഡിറ്റേഷൻ എന്നുള്ളത്. സത്യത്തിൽ ഇവയും അവയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രയോഗത്തിലാണ്. ധ്യാനം എന്ത് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കൂടുതൽ കടക്കാൻ കഴിയും. An overview on personal optimization through meditation. അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സ്ലോഗൻ, റൈറ്റ്? നമ്മൾ ഇതിന്റെ 0 ചാപ്റ്റർ ആണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഇനി 6 ചാപ്റ്ററുകൾ ഉണ്ട്. അത് നമ്മൾ അധികം വൈകാതെ നടത്താൻ പോകുന്ന ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് വരും. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. അത് നമ്മൾ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ്. ആ കോഴ്സിന്റെ മെത്തേഡിനെ കുറിച്ചൊക്കെ താല്പര്യമുള്ളവർക്ക് പിന്നീട് ബന്ധപ്പെടാം. ഇത് ഫ്രീ ആയിട്ട് ഉള്ളതാണ്. ഇതിന് 0 എന്ന നമ്പർ ഇട്ടിട്ടുള്ളത് ആദ്യത്തെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ താളവും ധ്യാനവും ഇതാണ് നമ്മുടെ വിഷയം. ഓക്കെ, ധ്യാനത്തെക്കുറിച്ചുള്ള പൊതു ധാരണകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഓക്കെ, ഈ ധ്യാനം എന്ന് പറയുന്നത് ശ്രദ്ധയാണ്, കോൺസെൻട്രേഷൻ ആണെന്ന് പറയുന്ന ആളുകളുണ്ട്. വളരെ ശ്രദ്ധിച്ചിരിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. കാലിയാകലാണ് മുഴുവൻ, എല്ലാ മനസ്സിലെ എല്ലാ ചിന്തകളും ഒഴിവാക്കലാണ് ധ്യാനം എന്ന് കരുതുന്നവരുണ്ട്. ഈഗോ കളയുന്ന ഒരു പ്രോസസ്സാണ് ഇത് എന്ന് പറയുന്നവരുണ്ട്. പലതരത്തിലാണ് ധ്യാനം എന്ന് പറയുന്നത്. പ്രാർത്ഥന ചെയ്യലും ധ്യാനമാണെന്ന് പറയുന്നതുണ്ട്. ഓക്കെ, അപ്പോ ശരിക്കും ധ്യാനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ സ്വാഭാവികമായി സംഭവിക്കുന്നത് നമ്മുടെ ബോധത്തിന്റെ യുക്തിയുടെ ഒരു ലോകത്ത് നിന്നും ഞാൻ എന്നുള്ള ഓർമ്മയിൽ നിന്നും ഞാൻ എന്നുള്ള ബോധത്തിൽ നിന്നും മാറി നിൽക്കുമ്പോഴാണ്, മാറാൻ കഴിയുമ്പോഴാണ്. അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് നിദ്രയുടെ സമയത്ത്. ഉറക്കത്തിന്റെ സമയത്ത് നമുക്ക് നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മുടെ ഞാനെന്നുള്ള ബോധം വർക്ക് ചെയ്യില്ല. എങ്കിൽ ഞാനില്ല, എവിടെ ഉണ്ട്, വിളിച്ചാൽ മതി. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഉറക്കമൊന്ന് വിളിച്ചാൽ മതി, അയാൾ എഴുന്നേറ്റ് വരും. പക്ഷെ ആക്റ്റീവ് അല്ല, ജാഗ്രതയിലല്ല എന്നുള്ളതാണ്. രണ്ടാണ് വിശ്രമാവസ്ഥയില്. നമ്മൾ വിശ്രമിക്കുന്ന ഒരവസ്ഥയിലും നമുക്കൊരു തളർച്ച തോന്നും. നമ്മുടെ ശരീരത്തെയൊക്കെ വെറുതെ ഇട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതുപോലെ തന്നെയാണ്. സ്വാഭാവികമായ ധ്യാനാവസ്ഥയാണ്. എല്ലാ ദിവസവും എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അതിലൂടെയാണ് നമ്മൾ റിപ്പോസ് ചെയ്യുന്നത്. നമ്മുടെ ശാരീരികമായിട്ടുള്ള റിസിലിയൻസിലേക്ക്, തിരിച്ചുവരവിലേക്ക്, ശരീരത്തിന്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് നമ്മൾ തിരിക്കും. എത്ര തന്നെ നമ്മൾ പ്രവർത്തിച്ചാലും, എത്ര തന്നെ പ്രവർത്തിച്ച് ക്ഷീണിച്ചാലും, ഊർജ്ജനഷ്ടം ഉണ്ടായാലും, ശരീരകോശങ്ങളുടെ പ്രവർത്തന നഷ്ടം, തേയ്മാനം ഉണ്ടായാലും അവയെല്ലാം റിക്കവർ ചെയ്യുന്നത് ഈ പ്രോസസ്സിലൂടെയാണ്, ഉറക്കത്തിലൂടെയും വിശ്രമത്തിലൂടെയുമാണ്. ഇത് നമ്മുടെ ശരീരത്തിനും ജീവിതത്തിനും ആവശ്യമാണെന്നുള്ളത് കൊണ്ട്, ജീവിതത്തിനും നമ്മുടെ ജീവിതത്തിന്റെ ക്രമങ്ങൾക്കും ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് റിലീജിയൻസും ഒക്കെ ഇതിനെ ഒരു ചടങ്ങാക്കി മാറ്റിയിട്ടുള്ളത്. അതിനാണ് റിച്വൽസ്, അല്ലെ? മതപരമായ ചടങ്ങുകൾ, ഇപ്പൊ അമ്പലത്തിൽ പോക്ക്, നിസ്കാരങ്ങള് ഒക്കെ ഇതേ അർത്ഥത്തിലാണ് റിലീജിയനുകൾ ആളുകളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഒരു സമൂഹത്തിനെ എടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ധ്യാനാവസ്ഥകളാണ് ഫെസ്റ്റിവൽസ് ഒക്കെ. റിച്വലിന്റെ ഡെവലപ്ഡ് ഫോമാണ് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. ഉത്സവങ്ങളൊക്കെ വരുന്നത്, ആഘോഷങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം വരുന്നത് ഇതിന്റെ തുടർച്ചയായിട്ടാണ്. അവിടെയും ഈ സ്ലീപ്പ് ആൻഡ് റിപ്പോസ് എന്നുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. ഉത്സവത്തിനൊക്കെ ഒരുപാട് പേര് ഒത്തുകൂടുന്നതല്ലേ, ഒരുപാട് തിരക്കല്ലേ നമുക്ക് ചിന്തിക്കാം. കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ മതി. അതിന് ചില ഉദ്ദേശ്യങ്ങളുണ്ട്, നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അതുപോലെ തന്നെയുള്ള ബോധപൂർവമായ
ആവശ്യത്തിന് ഇപ്പൊ അബോധപൂർവമായിട്ടതാണ് ഉറക്കം എന്ന് പറയുന്നത്. ബോധപൂർവമായിട്ടുള്ള മെഡിറ്റേഷനാണ് പ്രാർത്ഥനകള്. അമ്പലത്തിലാണെങ്കിലും ശരി, ഒരു ആരാധനാലയത്തിൽ ചെന്നുകൊണ്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു ആവശ്യം നടപ്പിലാക്കാനാണ് ശരിയുള്ളത്, ഒരു പ്രാർത്ഥന ദുവാ ചെയ്യുക എന്നൊക്കെ പറയും. ആ അത്തരത്തിൽ ഉണ്ടാകുന്നത് ഇന്റൻഷണൽ മെഡിറ്റേഷനാണ്. ഈ പ്രത്യാഹാരം എന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ടാവും. മറ്റു കാര്യങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ്, കർമ്മങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ്, ചലനങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് നിന്നുകൊണ്ട്, ജീവിത വ്യാപാരങ്ങളിൽ നിന്നും ഒക്കെ പിൻവലിഞ്ഞ് നിന്നുകൊണ്ട് നമ്മളിൽ മാത്രമായി, നമ്മുടേതായിട്ടുള്ള ഒരു ചലനാത്മകതയിൽ മാത്രമായി നിൽക്കുന്ന ഒരവസ്ഥ. ചലനാത്മകത പോലും ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എങ്കിലും അത്തരം ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോ സിനിമയുടെ തിരക്കഥ എഴുതുന്ന ആളുകൾ ഏതെങ്കിലും റിസോർട്ടിന്റെ മൂലയ്ക്ക് പോയിരുന്നിട്ട് അവിടെ ഒരു മുറിയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ഇരുന്ന് കഥ എഴുതുമ്പോൾ കൂലങ്കഷമായിട്ട് ചിന്തിക്കും. ചിന്തകന്മാര്, മാത്തമാറ്റീഷ്യൻസ്, സയന്റിസ്റ്റുകൾ, ബുദ്ധി ഉപയോഗിച്ച് വ്യാപാരം ചെയ്യുന്ന ആളുകളിൽ പലരും അവരുടെ കൃത്യമായ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി, അവരൊരു കൃത്യമായ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫോക്കസ്ഡ് തോട്ടിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പൊ ഇതെല്ലാം മെഡിറ്റേഷന്റെ വർഗത്തിൽപ്പെടും. എന്നാൽ ഇവയെല്ലാം മെഡിറ്റേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്യുവർ മെഡിറ്റേഷൻ എന്നുള്ള അവസ്ഥയിൽ പെടുത്താൻ കഴിയില്ല എന്ന് കുറച്ചു പേരെങ്കിലും പറയും. പക്ഷെ സത്യത്തിൽ ഇതെല്ലാം അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ശരീരത്തിന്റെ റെസിലിയൻസ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. റെസിലിയൻസ് വെച്ചാൽ പുനഃസ്ഥാപന ശേഷി. ശരീരത്തിന്റെ തോലിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ശരീരം അതിനെ പുനഃസ്ഥാപനം ചെയ്യും. അതായത് തോലിനെ പഴയപടി ആക്കിത്തരാനുള്ള കഴിവ് വെളിയിലുള്ള ഒരു വസ്തുവിനുമില്ല, ഒരു ഔഷധത്തിനുമില്ല, ഒരു വൈദ്യനുമില്ല, ഒരു ദൈവത്തിനുമില്ല, ഒന്നിനുമില്ല. ഉള്ളത് ജീവനാണ്. ആ ജീവൻ എന്നുള്ള അവസ്ഥയ്ക്ക് ഇതിനെ ശരിയാം വിധം രൂപീകരിക്കാൻ കഴിയും. ജീവൻ എന്തെന്നുള്ള പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ ശാസ്ത്രവും തത്വശാസ്ത്രവും നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രോഗ്രാമിൽ നമ്മൾ അത് ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചതാണ്. ഓക്കെ, മെഡിറ്റേഷന്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റേറ്റിനെ കുറിച്ച് പറയാം. ഈ ചിത്രത്തിൽ നോക്കുക, ആ കുഞ്ഞിന്റെ ഒരു അവസ്ഥ. അമ്മയുടെ മാറിൽ നിന്നും പാല് നുകരുകയാണ്. ഇതുപോലെ ദിവ്യമായ ഒരു കാഴ്ച, ദിവ്യമായ ഒരു അവസ്ഥ നമുക്ക് കിട്ടില്ല. നമ്മൾ എല്ലാവരും കടന്നുപോയ ഒരു അവസ്ഥയാണിത്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നാം പൂർണ്ണമായും നമ്മുടെ ധർമ്മങ്ങളിലാണ്. അവിടെ നമ്മുടെ ഈഗോ ഇല്ല, ഞാനെന്ത് എന്നുള്ള തോന്നലില്ല, ഞാൻ ആര് എന്നുള്ള ബോധമില്ല, ഞാൻ ആര് എന്നുള്ള ഓർമ്മയില്ല. ഓക്കെ, ചെയ്യുന്ന കാര്യവുമായി, ചെയ്യുന്ന കർമ്മവുമായിട്ടുള്ള ഏകതാനമായ അവസ്ഥയാണത്, ഹാർമണി വിത്ത് ആക്ഷൻ. ഓക്കെ, പൂർണ്ണമായും നമ്മൾ അതിൽ ലയിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അവിടെ മെർജൻസ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് എൻവയോൺമെന്റ്, ശരീരവും മനസ്സും പരിസരവും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഏകതാന അവസ്ഥയാണിത്. നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളുടെ അമ്മയിലേക്ക്, അമ്മയുടെ മാറിടത്തിലേക്ക് ഒന്ന് പോയാൽ മതി. അത് ഒരിക്കലും ഒരു പ്രവൃത്തിയല്ല. ഹാർമണി വിത്ത് ആക്ഷൻ എന്ന് പറഞ്ഞെടുത്ത് ആ ആക്ഷൻ ഉണ്ടല്ലോ, ആ ആക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആക്ഷൻ അല്ല. അവിടെ സംഭവിക്കുന്നത്, ആ സമയത്ത് ധ്യാനം എന്നുള്ള അവസ്ഥ സംഭവിക്കുന്നത് സംഭവിക്കലാണ്. ഒരിക്കലും അത് ചെയ്യലല്ല, ഒരു കർമ്മം ചെയ്യലല്ല, അത് സംഭവിക്കലാണ്. മുമ്പേ പറഞ്ഞു, നിദ്ര പോലെ. നിങ്ങൾക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത പോലെ ഉറങ്ങാൻ കഴിയില്ല. ഉറക്കത്തിലേക്ക് നിങ്ങൾ ചെന്ന് വീഴണം. ഫാളിങ് ഇൻ ടു സ്ലീപ്പ് എന്നാ പറയാ, ഫാളിങ് ഇൻ ടു ലവ് എന്നാണ് പറയാ, പ്രണയത്തിലേക്ക് മറിഞ്ഞു വീഴുക. അതുപോലെ തന്നെയാണ് ധ്യാനത്തിലേക്ക് നമ്മൾ വീഴുകയാണ് വേണ്ടത്, ധ്യാനിക്കാൻ നമുക്ക് കഴിയില്ല. ഓക്കെ, അപ്പോ ധ്യാനം ഒരു സംഭവിക്കലാണ്. ഓക്കെ, ധ്യാനത്തെ പഠിപ്പിക്കാൻ കഴിയില്ല. ഈ നമ്മളിപ്പോ ഡ്രൈവിങ്ങും നീന്തലും വരെ ഓൺലൈനായിട്ട് സൂം വഴി പഠിപ്പിക്കുന്ന കാല. അപ്പൊ ധ്യാനവും സൂം വഴി പഠിപ്പിക്കുന്നവരാണ് കൂടുതലും. ഒരിക്കലും ധ്യാനം സൂം വഴി പഠിപ്പിക്കാൻ കഴിയില്ല. ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധ്യാനത്തെ കുറിച്ച് മനസ്സിലാകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ്. എനിക്ക് നിങ്ങളെ ധ്യാനം പഠിപ്പിക്കാൻ കഴിയില്ല. എനിക്കെന്നല്ല, ലോകത്തൊരാൾക്ക് നിങ്ങളെ ധ്യാനം പഠിപ്പിക്കാൻ കഴിയില്ല. പകരം നിങ്ങൾക്ക് ധ്യാനത്തിന്റെ പശ്ചാത്തലത്തെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടറിയാൻ കഴിയും. അത് വെച്ച് നിങ്ങളുടെ ശ്രമത്തിലൂടെയാണ് സാധിക്കാൻ കഴിയുക. നിങ്ങളുടെ ശ്രമത്തിലൂടെ സാധിക്കാൻ കഴിയുന്നതും ശ്രമമല്ല. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്, കനോട്ട് ടീച്ച് ഓർ ട്രൈ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രയൽ നടത്താൻ കഴിയില്ല. കാരണം
പരിശ്രമത്തിലൂടെ നേടാൻ കഴിയുന്നതല്ല ധ്യാനം. ധ്യാനത്തിന് പറ്റുന്ന പശ്ചാത്തലത്തെ രൂപീകരിക്കാൻ കഴിയുക. പ്രാക്ടീസ് ടു അക്വൈൻറ്റൻസ് ആംബിയൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ. ആ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ വെറും പശ്ചാത്തലമല്ല, നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരവസ്ഥയല്ല. അതിന്റെ ഒരു മൂഡ്, അതിന്റെ ഒരു ഫീൽ, അതിന്റെ ഒരു അനുഭൂതി, അതിന്റെ ശാരീരിക സ്പന്ദനങ്ങളുടെ അവസ്ഥ, അപ്പോഴത്തെ ശരീരത്തിന്റെ വൈകാരികമായ അവസ്ഥകൾ, ഇതിലൂടെ ഇതെല്ലാം ചേർന്ന് വരുമ്പോഴുണ്ടാവുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തെ പരിചയപ്പെടുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഓക്കെ, ഈ ധ്യാനത്തിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത് പലതുണ്ട്. ശാന്തി ഉണ്ടാകുന്നുള്ളത്. നമ്മുടെ ഇതിന്റെ ഈ സംഘാടക സംഘമുണ്ടല്ലോ, ഇത് ഏഷ്യ പസഫിക് പീസ് റിസർച്ച് അസോസിയേഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് പീസിനെ കുറിച്ച് പറയാൻ നമുക്ക് സന്തോഷമുണ്ട്. പീസ് എന്നുള്ളത് ധ്യാനത്തിന്റെ ഒരു ഔട്ട്പുട്ടാണ്. ശാന്തി എന്നുള്ളത് ലോകത്ത് ഏറ്റവും ആദ്യം വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ശാന്തിയാണ്. അത് ധ്യാനത്തിന്റെ ഒരു ഔട്ട്പുട്ടാണ്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6:25 മുതൽ 7:30 വരെ ഉള്ള ഒരു പ്രോസസ്സിലൂടെ ലോകശാന്തിക്കായി നമ്മൾ നിത്യേന ഒത്തുകൂടുന്നത്. നമ്മുടെ ചിന്തകളുമൊക്കെ മറ്റു പല പ്രോസസ്സിലൂടെ കടന്നു പോകുമെങ്കിലും ഇത് നിൽക്കുന്നത്, ആ പ്രോസസ്സ് നടക്കുന്നത് ലോകശാന്തി എന്നുള്ള ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പീസ്. 2, ആരോഗ്യം. ധ്യാനം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ റെസിലിയൻസിന്റെ പുനഃസ്ഥാപനത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം, ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം, ഇത് മെച്ചപ്പെടും, അതിലേക്ക് നമ്മളെ എത്തിക്കും. അടുത്തത് ഹാപ്പിനെസ് ആണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന നിരന്തരമായ ഒരവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിന്റെ തുലനതയുടെ അവസ്ഥയാണ്. അതിലൂടെ നമുക്ക് കൈവരുന്നത് ഹാപ്പിനെസ് ആണ്. ആ ഹാപ്പിനെസ് ധ്യാനത്തിലൂടെ നമുക്ക് സംഭവിക്കും. ധ്യാനം നമ്മുടെ ക്ഷമതയെ, കൈകാര്യക്ഷമതയെ, അല്ലെങ്കിൽ എന്താ പറയാ, പ്രവർത്തനക്ഷമതയെ വല്ലാതെ കൂട്ടും. എഫിഷ്യൻസി നല്ലപോലെ കൂട്ടും. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് കൂട്ടും. എഫിഷ്യൻസി ഒക്കെ, ഇതൊക്കെ ഈ പദങ്ങളൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ പ്രഭാത സംഘത്തിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളുടെ സുഭാഷിതം എന്ന പേരിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. 108-109 ദിവസത്തെ മെറ്റീരിയൽ ഇപ്പം നിലവിലുണ്ട്. അതിലൊക്കെ കയറിയാൽ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാം. എല്ലാം 10-15 മിനിറ്റിന്റെ ടോക്കുകളായിട്ട് അതിനകത്ത് കാണാം. അപ്പൊ എഫിഷ്യൻസി എന്നുള്ളത് അത് കൂടും. ഹാർമണി, ചുറ്റുപാടുമായിട്ട് ഇഴുകിച്ചേരാനുള്ള നമ്മുടെ ശേഷി കൂടും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലയിടത്തുള്ള ധ്യാനികള് ധ്യാനിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള സർവ്വസാധനമായിട്ട് ഡിറ്റാച്ച്ഡ് ആയി. ധ്യാനത്തിൽ നിന്ന് ഇറങ്ങിയാലും ഡിറ്റാച്ച്ഡാ, പിന്നെ ആരുമായിട്ടും ബന്ധമില്ല. ആരുമായിട്ടും ബന്ധമില്ലാത്ത ധ്യാനം എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ ധ്യാനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. ജീവിതത്തിലെ മറ്റെല്ലാത്തിൽ നിന്ന് വിച്ഛേദിതമായിട്ടുള്ള ഒരു ധ്യാനം എന്ന് പറയുന്നത് കേവലമായ ആധ്യാത്മിക ഭ്രമത്തിൽ നിന്നുണ്ടാകുന്ന ധ്യാനമാണ്. നമുക്ക് ഏകതാനമായിരിക്കാൻ, മറ്റുള്ളവയുമായി ചേർന്നിരിക്കാൻ കഴിയുമ്പോഴാണ് പൂർണ്ണമായ ധ്യാനം സംഭവിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇത് ഉണ്ടാവുന്ന ധ്യാനത്തിലൂടെ നമുക്ക് ഉണ്ടാവുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് സ്പോണ്ടേനിറ്റി. നമ്മുടെ സഹജാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. നമുക്ക് ഏറ്റവും സഹജമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. പിന്നെ നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് തന്നെ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ആശയത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. സുസ്ഥിരത എന്നുള്ള ആശയത്തെ, പ്രത്യേകിച്ച് ഇപ്പൊ അടുത്ത ലോക്ക്ഡൌൺ, ഈ ഇലക്ഷന് ശേഷം അടുത്ത ലോക്ക്ഡൌൺ വരുന്നു. ഇനി വരുന്ന കാലങ്ങളിൽ കൂടുതൽ വലിയ പ്രതിസന്ധികൾ വരുന്നു. ഈ പ്രതിസന്ധികൾ അതിജീവിക്കാൻ വേണ്ടിയുള്ള സ്വാശ്രയ ജീവിത സംവിധാനത്തിലേക്ക് ഒരു ജനതയെ ഒരുക്കണമെങ്കിൽ അവർക്ക് ഏകദാനമായ ഒരു അവസ്ഥയുണ്ടാകണം. അവയ്ക്ക് പ്രകൃതിയുമായി ചേർന്നിരിക്കാനുള്ള ഒരു ബോധ്യമുണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ധ്യാനം എന്നുള്ള വിഷയത്തെ ഇവിടെ പ്രസക്തമായി മുൻപോട്ട് വെക്കുന്നത്. നമ്മുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റിയാണ്. ആൻഡ് മറ്റൊരു ലക്ഷ്യമാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ മറ്റൊരു ലക്ഷ്യമാണ് വിസ്ഡം എന്നുള്ളത്. ധ്യാനം നമ്മളെ വിസ്ഡത്തിലേക്ക് കൊണ്ടെത്തിക്കും. വിസ്ഡം എന്നുള്ളത് വിശിഷ്ടമായ ജ്ഞാനമാണ്, സംജ്ഞാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രകൃതി നമുക്ക് സ്വാഭാവികമായി നൽകുന്ന ജ്ഞാനമാണ് വിസ്ഡം എന്ന് പറയുന്നത്. അതിലും വലിയൊരു ജ്ഞാനം വേറെ നമുക്ക് നേടുവാനാവില്ല. ജ്ഞാനം എന്ത് എന്നത് അറിയുമ്പോൾ മാത്രമേ ആ വിസ്ഡം എന്തെന്നുള്ളതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ. ജ്ഞാനം എന്തെന്നറിയാൻ ഒളിമ്പസിന്റെ പഠനയാത്രകളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വരിക, സ്വാഗതം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഈ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ള റിഥം ആൻഡ് മെഡിറ്റേഷൻ എന്നുള്ള റിഥം എന്നാൽ താളം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാട്ടിന് താളമുണ്ട്.
ഒരു കാറ്റിന് താളമുണ്ട്, നമ്മുടെ നടത്തത്തിന് താളമുണ്ട്, ഒരു പൈപ്പിൽ നിന്നും വെള്ളം വിറ്റു വീഴുകയാണെങ്കിൽ അതിന് താളമുണ്ട്, മഴത്തുള്ളികൾക്ക് താളമുണ്ട്, നമുക്കറിയാവുന്ന സർവ്വ ചലനങ്ങൾക്കും താളമുണ്ട്, ഒരു ക്ലോക്കിന്റെ പെൻഡുലത്തിന് താളമുണ്ട്. അപ്പോ താളം എന്ന് പറയുന്നത് ഇവിടെ നിരന്തരം സംഭവിക്കുന്നതാണ്. പ്രപഞ്ചത്തിന് താളമുണ്ട്. പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചലനത്തെയാണ് നമ്മൾ അറിയുന്നത്. ചലനത്തെയാണ്, ആ ചലനത്തിൽ നിന്നും ഉണ്ടാകുന്ന വിന്യാസത്തെയാണ്, അതിന്റെ മണ്ഡലത്തെയാണ്, മണ്ഡലത്താൽ രൂപീകൃതമാകുന്ന ഒരു 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 സ്കെലിട്ടൺ അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടനയാണ് നമ്മൾ ഒരു ദ്രവ്യമായിട്ട് മനസ്സിലാക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ ഇത്തരം ചലനങ്ങളാണ്, ചലനത്തിന്റെ താളങ്ങളാണ്. ഓക്കെ, ജീവിതത്തിൽ താളമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ നിദ്രയ്ക്ക് താളമുണ്ട്, ഭക്ഷണത്തിന് താളമുണ്ട്, ചിന്തയ്ക്ക് താളമുണ്ട്, ജീവിതക്രമങ്ങൾക്ക്, ബന്ധങ്ങൾക്ക് താളമുണ്ട്, എല്ലാത്തിനും താളമുണ്ട്. താളം എന്ന് വെച്ചാൽ ആവർത്തിച്ച് സംഭവിക്കുന്നതാണ്. ആവർത്തിച്ച് സംഭവിക്കുന്നു. അത് ആ ആവർത്തികൾക്ക് ഒരു ക്രമമുണ്ടായിരിക്കും. ആ ക്രമിതമായ ആവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആ പ്രവർത്തനത്തെയാണ് നമ്മൾ താളം എന്ന് പറയുക. അപ്പൊ ജീവിതത്തിൽ താളമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന സർവ്വ സംവേദനങ്ങൾക്ക്, കൊടുക്കൽ വാങ്ങലുകൾക്ക്, ബോധ്യങ്ങൾക്ക്, തിരിച്ചറിവുകൾക്ക്, ഇപ്പൊ ഭക്ഷണം നമ്മൾ എടുക്കുന്നു, വിസർജനം നടത്തുന്നു, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം നടത്തുന്നു, ഇതിന്റെ എല്ലാം പുറകിൽ താളമുണ്ട്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ അതിന് താളം പ്രസക്തമാണ്. അതിന്റെ താളാത്മകമായ പ്രവർത്തനങ്ങൾ വഴിയാണ് അതിന്റെ ഓരോ അനാലിസിസും സിന്തസിസും നടക്കുന്നത്. നമ്മുടെ സംവേദനങ്ങൾ നടക്കുന്നത് അതിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും താളാത്മകമായിട്ടാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജൈവ ഘടികാരം എന്നുള്ളൊരു നമുക്ക് അടുത്തുണ്ട്. ഈ ജൈവ ഘടികാരം വഴി ഇത് പ്രവർത്തിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളുമായി, വസ്തുതകളുമായി നമ്മൾ ചേർന്ന് പോകുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ കാഴ്ചകളിൽ, കേൾവികളിൽ, നമ്മുടെ ഇന്ദ്രിയ സംവേദനങ്ങളിലൊക്കെ തന്നെ ഒരു താളം ആവശ്യമാണ്. അത് നമ്മുടെ ഉപരിവ്യവസ്ഥ എന്ന് വെച്ചാൽ പ്രകൃതിയും തൽക്കാലം വിചാരിക്കുക, പുതിയതായി വന്ന ആളുകൾ അങ്ങനെ വിചാരിക്കുക, പ്രകൃതി എന്ന് വിചാരിക്കുക. പ്രകൃതിയുമായ നമ്മുടെ ചേർന്നുള്ള പ്രവർത്തനത്തിന്, ഞാനും ഭൂമിയും തമ്മിലുള്ള ചേർന്നുള്ള പ്രവർത്തനത്തിന്, ഭൂമിയുടെ ദിനരാത്രങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ പാകത്തിൽ എനിക്കകത്തൊരു റിഥമുണ്ടായിരിക്കണം. എങ്കിലാണ് എന്റെ നിദ്ര കൃത്യമായി പ്രവർത്തിക്കുക, എന്റെ ഉണർവ് കൃത്യമായി പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുക. ഒരു മദർ മോട്ടോറിനോട് ചേർന്ന് ബെൽറ്റിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ ഒരു ഉപകരണം ഉണ്ടെന്നിരിക്കട്ടെ. ആ ചെറിയ ഉപകരണം വലിയ ആ ഒരു ഊർജ സ്രോതസ്സുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ചെറിയ ഉപകരണത്തിന് ഈസി ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുക. ആ ചേർന്ന് നിൽപ്പ് എന്നുള്ളത് കൃത്യമായി സംഭവിക്കണമെങ്കിൽ ഇതിന്റെയും അതിന്റെയും പ്രവർത്തനത്തിന്റെ ചേർച്ച ഉണ്ടായിരിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഇത് സംഭവിക്കുന്നത്, അതിനുവേണ്ടിയാണ് അത് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോ സർക്കാഡിയൻ റിഥം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബയോക്ലോക്കിനനുസരിച്ചുള്ള ഭൂമിയുടെ ഉപരിവ്യവസ്ഥയോട് ചേർന്ന് കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഓക്കെ, ഈ റിഥം എന്ന് പറയുമ്പോൾ താളം, സ്വാഭാവികമായ ഒഴുക്ക്. സ്വാഭാവികമായ ഒഴുക്കിനെ നമുക്ക് റിഥം എന്ന് പറയാം. ചാഞ്ചാട്ടത്തെ നമുക്ക് റിഥം എന്ന് പറയാം. ആവർത്തിച്ചുള്ള ഒന്നിനെ അങ്ങനെ പറയാം. അത് സ്ഥിരമായി സംഭവിക്കുമ്പോൾ, താളം സ്ഥിരമായി സംഭവിക്കുമ്പോൾ അതൊരു ഒഴുക്കായി മാറുന്നു. ഇപ്പൊ നമ്മുടെ പറമ്പിലൂടെ ഒരു ചെറിയ നീർച്ചാൽ ഒഴുകി വരുന്നു എന്നിരിക്കട്ടെ. ആ നീർച്ചാൽ ഒഴുകി വരുമ്പോൾ അതിൽ സ്വാഭാവികമായി വെള്ളം ഒഴുകി വരുന്നുണ്ടെങ്കിൽ അത് താളമാണ്, താളാത്മകമാണ്. ആ ഒഴുക്കിലേക്ക് നമ്മൾ ഒരു കല്ലെടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ കല്ലിൽ തട്ടിയിട്ട് വെള്ളം നിൽക്കുകയോ വഴിതിരിഞ്ഞു പോവുകയോ ചെയ്യും. കല്ലിന്റെ ബലം വളരെ കുറവാണ്, കല്ലിനെ തട്ടിയിട്ടിട്ട് ഈ ഒഴുക്ക് അങ്ങോട്ട് പോകും. കല്ലിന്റെ ബലം വളരെ കൂടുതലാണ്, കല്ലിന്റെ വലിപ്പം വളരെ കൂടുതലാണെങ്കിൽ അവിടെ വെള്ളം നിൽക്കും, അതോടുകൂടി അവിടെ നിൽക്കും. കല്ലിന്റെ ബലം വളരെ കൂടുതലുമല്ല വളരെ കുറവുമല്ല എന്നുണ്ടെങ്കിൽ കല്ലിൽ തട്ടി വെള്ളത്തിന്റെ ഗതി തിരിയും. അങ്ങനെ സ്വാഭാവികമായ ഒഴുക്കിൽ കാരണപൂർവകമായി ഉണ്ടാകുന്ന വിഭ്രംശത്തെയാണ്, വഴിതിരിവിനെയാണ് യുക്തി എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് യുക്തി എന്ന്. ലോജിക്കൽ ഗേറ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. യുക്തി എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒഴുക്കിൽ ഉണ്ടാവുന്ന വിഭ്രംശം അല്ലെങ്കിൽ വഴിതിരിവാണ്. അപ്പോ ഈ വഴിതിരിവ് എന്നുള്ളത് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന നിരന്തരമായി, ഇവിടെയുള്ള എല്ലാ ബയോളജിക്കൽ ആക്ടിവിറ്റിക്കും, ഇവിടെയുള്ള എല്ലാ ജൈവ സംവിധാനങ്ങൾക്കും സ്വാഭാവികമായ ഒഴുക്കും സ്വാഭാവികതയിൽ നിന്നും തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ജീവൻ പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പോ സ്വാഭാവികമായ ഒഴുക്കും സ്വാഭാവികതയിൽ നിന്നും വഴിതിരിയാനുള്ള ഒരു ശ്രമവും നമ്മുടെ ശരീരത്തിനുണ്ട്. ഉറങ്ങാനുള്ള ഒരു അവസ്ഥ എനിക്കുണ്ട്, അതുപോലെ തന്നെ ഉണർന്നിരിക്കാനുള്ള ഒരവസ്ഥയും എനിക്കുണ്ട്.
ഉറക്കം എന്നുള്ളതിൽ നിൽക്കുമ്പോഴാണ് ജൈവ പ്രക്രിയ സ്വാഭാവികമായിട്ട് പോവുക. അതിൽ നിന്നും വഴിതിരിയുമ്പോഴാണ് ഉണർവ് ഉണ്ടാവുന്നത്. ഈ ഉണർവിനും ഉറക്കത്തിനും ഇടയിലുള്ള ആ രണ്ട് അവസ്ഥകൾക്കിടയിലാണ് ജീവിതം എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ഈ രണ്ടവസ്ഥകളുണ്ടല്ലോ, ഉറക്കം, ഉണർവ് എന്ന് പറയുന്ന രണ്ടവസ്ഥ, ഇതിനെയാണ് പൊളാരിറ്റി എന്ന് പറയുക. പൊളാരിറ്റി, ധ്രുവത എന്ന് പറയും. ജീവിതത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും, എല്ലാ പ്രവർത്തന സജ്ജമായ അവസ്ഥകൾക്കും ധ്രുവതയുണ്ട്. ആ ധ്രുവതയെ നമുക്ക് മനസ്സിലാക്കാമെന്ന് പൊളാരിറ്റി എന്ന് പറയുന്നത്, ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തു സംവിധാനങ്ങൾക്കും സർവ്വ പ്രവർത്തന സംവിധാനങ്ങൾക്കും സർവ്വ വ്യവസ്ഥകൾക്കും ധ്രുവങ്ങളുണ്ട് എന്നുള്ളത്. അവയുടെ പ്രവർത്തനപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് ധ്രുവതയുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിലെ പൊളാരിറ്റികളെ ഒന്ന് മനസ്സിലാക്കുക. ഒന്ന് റിഥം, ലോജിക്, താളം, യുക്തി. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് വളരെ ഉയർന്ന താളബോധം ഉണ്ടെന്നിരിക്കട്ടെ, സ്വാഭാവികമായും ബുദ്ധി കുറവായിരിക്കും, യുക്തി കുറവായിരിക്കും. മറ്റൊരാൾക്ക് യുക്തി വളരെയധികം ഉണ്ടെന്നിരിക്കട്ടെ, നല്ലപോലെ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കുക അയാൾക്ക് താളം കുറവായിരിക്കും. അയാൾക്കൊരു പാട്ടിനൊപ്പം താളമിടാനോ ചുവട് വെക്കാനോ കഴിയില്ല. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ബോധവും ബുദ്ധിയും. ബോധം, ബുദ്ധി, ഇത് രണ്ടും വിപരീതാനുപാതത്തിലേക്ക്. ബോധം കൂടുന്നവർക്ക് ബുദ്ധി കുറയും, ബുദ്ധി കൂടുന്നവർക്ക് ബോധം കുറയും. രണ്ടും കൂടെ സമീകരിക്കുക എന്നുള്ളത് വളരെ റെയർ ബ്ലെൻഡ് ആണ്. ഫെമിനിനിറ്റി ആൻഡ് മാസ്കുലിനിറ്റി, സ്ത്രൈണതയും പൗരുഷവും രണ്ടും രണ്ടെൻഡാണ്. സ്ത്രൈണത കൂടുതലുള്ളവർക്ക് പൗരുഷം കുറവായിരിക്കും, പൗരുഷത കൂടുതലുള്ളവർക്ക് സ്ത്രൈണത കുറവായിരിക്കും. ഒരു വ്യക്തിയിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക്ഡ് ആൻഡ് ലീനിയർ. നെറ്റ്വർക്ക്ഡ് എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ മനസ്സിലാക്കും. ഇപ്പൊ സ്ത്രീകൾ, സാധാരണ രീതിയിൽ സ്ത്രൈണതയുള്ള സ്ത്രീകൾ ഒരു കാര്യത്തെ ബോധ്യപ്പെടുന്നത് അതിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളുമായി ചേർത്തുകൊണ്ടായിരിക്കും. പുരുഷനാകട്ടെ അതിനെ ക്രമിതമായി മാത്രമേ മനസ്സിലാക്കൂ. പുരുഷൻ സ്ത്രീ എന്നുള്ളതിനേക്കാളും സ്ത്രൈണതയും പൗരുഷവും എന്നുള്ള രീതിയിൽ മാറ്റി മനസ്സിലാക്കുക. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്, ശുഭദാമ്പത്യം എന്നുള്ളത്. ശുഭദാമ്പത്യം എന്നുള്ള ആ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാന വിഷയം തന്നെ ഇതാണ്, ഫെമിനിനിറ്റിയും മസ്കുലിനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഒരു പൊളാരിറ്റിയാണ് സ്റ്റാറ്റിക് ആൻഡ് വോളറ്റൈൽ എന്നുള്ളത്. സ്റ്റാറ്റിക് എന്നുള്ളത് സ്ഥിതാവസ്ഥയാണ്, സ്ഥിതം, എപ്പോഴും ഒരേ രൂപത്തിൽ തന്നെ നിൽക്കുന്നത്. മറ്റേത് ചലസ്ഥിതാവസ്ഥയാണ്, വോളറ്റൈൽ ആയിട്ടുള്ള അവസ്ഥ, അത് സഞ്ചാരിയാണ്, നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു കുടുംബമാണെങ്കിൽ കുടുംബത്തിൽ ഇത് രണ്ടും ഉണ്ടാവും, ഒരു വ്യക്തിയാണെങ്കിൽ വ്യക്തിയിൽ ഇത് രണ്ടും ഉണ്ടാവും, ഒരു വ്യവസ്ഥയാണെങ്കിൽ അതിൽ രണ്ടും ഉണ്ടാവും. ഈ രണ്ടും ഒരുപോലെ ഉണ്ടാകുമ്പോഴാണ് ആ വ്യവസ്ഥ നിലനിൽക്കുക. ഇപ്പോ നിങ്ങൾ ഒരു നൂൽക്കമ്പിയുടെ മുകളിലൂടെ നടന്നു പോവുകയാണെന്നിരിക്കട്ടെ. ഈ സർക്കസിലൊക്കെ അങ്ങനെ കമ്പിയുടെ മുകളിൽ കൂടെ നടക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ അതിന്റെ ഇടത്തോട്ടും വലത്തോട്ടും നിങ്ങൾ ആടും. എന്നിട്ടാണ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ കഴിയും. ഊഞ്ഞാലാടുകൾ ഇടത്തോട്ടും വലത്തോട്ടും. ഈ ഊഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന ഇവിടുന്ന് മുൻപോട്ട് മാത്രം ആടുക എന്നുള്ളൊരു പ്രക്രിയ ഊഞ്ഞാലിൽ ഉണ്ടാവില്ല. മുൻപോട്ട് ആടുന്നുണ്ടെങ്കിൽ പുറകോട്ടും പോകും. അപ്പൊ മുൻപോട്ടും പുറകോട്ടും ആടുന്നത് പോലെ ആ നൂലിലൂടെ നടക്കുന്ന സമയത്ത്, നൂൽക്കമ്പിയിലൂടെ നടക്കുന്ന സമയത്ത് ഇടത്തോട്ടും വലത്തോട്ടും ആയം വെക്കുന്നത് പോലെ നമ്മൾ രണ്ടു വശത്തേക്ക് മായം വെക്കുമ്പോൾ മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ ലോ ഓഫ് പൊളാരിറ്റി അനുസരിച്ച് ഇവിടെയുള്ള എല്ലാ വ്യവസ്ഥകൾക്കും അതിന്റെ പ്രവർത്തന സ്വഭാവങ്ങളിൽ രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. ഈ രണ്ട് ധ്രുവങ്ങൾ, ഒരു ധ്രുവത്തിന്റെ വലിപ്പം കൂടുതലാണ്, മറ്റേ ധ്രുവത്തിന്റെ വലിപ്പവും കൂടുതലായിരിക്കും. ഒരു ധ്രുവത്തിലേക്കുള്ള ദൂരം കൂടുതലാണെങ്കിൽ മറ്റേ ധ്രുവത്തിലേക്കുള്ള ദൂരവും കൂടുതലായിരിക്കും. ഈ ധ്രുവത തമ്മിലുള്ള ദൂരം ബാലൻസ്ഡ് ആകുമ്പോൾ മാത്രമാണ് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുക, സുസ്ഥിരത ഉണ്ടാവുക, ഹാർമണി ഉണ്ടാവുക, ഏകതാനത ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വരുന്നത് ധ്യാനത്തെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമുക്കത് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞു വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ വിട്ടിട്ടുണ്ടാവും. ഇത് ബാലൻസ്ഡ് ആവുക എന്നുള്ളൊരു കാര്യം. ഇപ്പൊ റിഥം ആൻഡ് ലോജിക് എന്നുള്ളത് ബാലൻസ്ഡ് ആവുക എന്നുള്ള കാര്യം. റിഥം കൂടുതലുള്ളവർക്ക് ലോജിക് കുറവായിരിക്കും, ലോജിക് കൂടുതലുള്ളവർക്ക് റിഥം കുറവായിരിക്കും. എങ്ങനെയായിരിക്കും കുറവുണ്ടാവുക? റിഥം കുറവുള്ളവർക്ക് ബുദ്ധി ഉപയോഗിച്ച് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പാകത്തിലായിരിക്കും പ്രകൃതിയുടെ നിർമ്മിതി. അതിന് ലോജിക്കൽ കോമ്പൻസേഷൻ എന്നാണ് പറയുക. ബുദ്ധിയുള്ളവർക്ക് താളം കുറവായിരിക്കും, ആ കുറഞ്ഞ താളത്തെ ബുദ്ധി ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്ന രീതി. ഇതാണ് സ്വാഭാവികമായി ഒരു ജീവിയുടെ സൃഷ്ടി. നമ്മൾ സാഹിബിന്റെ വിദ്യാഭ്യാസത്തിനായിട്ട് നിങ്ങളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ, കോളേജിൽ പോയിട്ടുണ്ടല്ലോ, അക്കാഡമിയിൽ പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഒരേ തളപ്പാണ്. തെങ്ങിക്കയറുന്നവനും വെള്ളത്തിൽ നീന്തുന്നവനും ഒക്കെ കൊടുക്കുന്ന ഒരേ കാര്യമാണ്. ആമയെ നമ്മൾ മരം കയറ്റം പഠിപ്പിക്കും, കുരങ്ങനെ നീന്തൽ പഠിപ്പിക്കും. ഇതാണ് നമ്മുടെ രീതി.
അതിലൂടെ പോയപ്പോൾ എന്താ വെച്ചാൽ ഋതുവും ലോജിക്കും എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്തു. ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള സാധനത്തെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചാൽ ഉപയോഗിക്കേണ്ട ഫാക്കൽറ്റി, നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകേണ്ട ഫാക്കൽറ്റീസ് പലതും ഉപയോഗിക്കാതെ പോയി. അതുകൊണ്ട് തന്നെ ഇവയുടെ ബാലൻസ് പല വിധത്തിലും പലയിടങ്ങളിൽ തെറ്റിക്കിടക്കുന്നു. എന്നിട്ട് നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചു പോകുന്നു എന്നാണ്. നിങ്ങൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ഒരു കോട്ടക്കാർവിന്റെ ഒരു സെഷനിൽ വന്നാൽ മതി. ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം നിങ്ങൾക്ക് താളമാണോ യുക്തിയാണോ കൂടുതൽ, ഇവയുടെ ബാലൻസ് എവിടെയൊക്കെ തെറ്റിക്കിടക്കുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങളിൽ ക്രമത്തിൽ നിന്നും മാറിയാണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ നമുക്ക് കഴിയും. ഓക്കെ, അപ്പോ ബാലൻസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമേ ജീവിതം വിജയിക്കുള്ളൂ. ജീവിതത്തിൽ സുസ്ഥിരത ഉണ്ടാവണമെങ്കിൽ ഈ ബാലൻസ് ഉണ്ടാവണം. ഈ പോളുകൾ തമ്മിലുള്ള ബാലൻസ് ഉണ്ടാവും, പൊളാരിറ്റി, ധ്രുവതകൾ തമ്മിലുള്ള ബാലൻസ് ഉണ്ടാവണം. അവയെ ഏകദാനമായി കൊണ്ടുപോകാൻ കഴിയണം. താളവും യുക്തിയും നമ്മളിൽ ഉണ്ടെങ്കിൽ അവ രണ്ടും ഏകദാനമായി കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം. ചിത്രം നോക്കുക, ഹാർമണി. അവർ രണ്ടുപേരും ഒരുപോലെയാണ്, ഏകദാനമായാണ് പ്രവർത്തിക്കുന്നത്. ഒരുപോലെ, സമാനമായി, സമമിതമായി. സമാനം എന്ന് പറയുന്നത് ഒരുപോലെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, സമത്വം എന്നുള്ള അർത്ഥത്തിലല്ല. പ്രപഞ്ചത്തിൽ സമത്വം എന്നുള്ളൊരു അവസ്ഥയില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഹാർമണി, ഹാർമണിയസ് മെഡിറ്റേഷൻ, ഇത് ഒരു പ്രയോഗമാണ് കേട്ടോ. ഹാർമണിയസ് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ അതാണ് എന്ന് അവസാന വാചകം അതാണെന്ന് ദയവ് ഇത് വിചാരിക്കരുത്. ഇത് നമ്മളൊരു പ്രയോഗമാണ്, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രയോഗമാണ്. ഹാർമണിയസ് മെഡിറ്റേഷൻ ഏകദാനമായിരിക്കലാണ് ധ്യാനം. ഏകദാനമായിരിക്കലും ധ്യാനമാണ്, അല്ലെങ്കിൽ ഏകദാനമായിരിക്കൽ ധ്യാനമാണ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഹാർമണിയസ് ആണ് ഫങ്ഷൻസ് എല്ലാം തന്നെ. നമ്മുടെ ഒരു ബൈക്ക് ഓടിക്കുന്നു എന്നിരിക്കട്ടെ. ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കുന്നതും ക്ലച്ച് കൊടുക്കുന്നതും ബ്രേക്ക് ഉപയോഗിക്കുന്നതും ഒക്കെ ഹാർമണിയസ് ആയിട്ടാണ്, അവ ഏകദാനമായിട്ട് എങ്കിലും വണ്ടി ഓടുന്നു. ഒരു കറി ഉണ്ടാക്കാനായിട്ട് കത്തി എടുത്തിട്ട് വെണ്ടയ്ക്ക മുറിക്കുകയാണെന്നിരിക്കട്ടെ, വെണ്ടയ്ക്ക നീക്കി കൊടുക്കുന്നതനുസരിച്ച് കത്തി കൊണ്ട് മുറിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നേരാമ്പണ പണി നടക്കൂല. ഇവിടെയുള്ള എല്ലാ ധർമ്മങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഹാർമണിയസ് ആണ്. നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഹാർമണിയസ് ആയിരിക്കും. നടന്നു വിജയിക്കുന്ന പ്രവർത്തനങ്ങൾ അതെല്ലാം ഹാർമണിയസ് ആയിരിക്കും. അതല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളോ അത് മറ്റെന്തിന്റെയോ ഹാർമണി കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് അതിന്റെ ഹാർമണി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടാതെ പോകുന്നത്. ഓക്കെ, ഈ ധർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ 5 തരം ധർമ്മ തലങ്ങളാണുള്ളത്. ധർമ്മം എന്ന് വെച്ചാൽ എന്താണോ ചെയ്യേണ്ടത് അത് ധർമ്മം. എന്റെ കൈ എന്താണോ ചെയ്യേണ്ടത് അത് കൈയുടെ ധർമ്മം. എന്റെ വായ എന്താണോ ചെയ്യേണ്ടത് അത് വായുടെ ധർമ്മം. ഒരു തവള എന്താണോ ചെയ്യേണ്ടത് അത് തവളയുടെ ധർമ്മം. അപ്പൊ ധർമ്മത്തിന്റെ 5 രീതികളാണുള്ളത്. ഒന്ന് നിഷ്കർമ്മം എന്നുള്ളതാണ്, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തേത്. മ്യൂട്ട് എന്നുള്ളത്. 2 സഹവർത്തിക്കുക എന്നുള്ളതാണ്. സഹവർത്തിക്കുക എന്ന് വെച്ചാൽ ഇപ്പോ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു, ആ വെള്ളം പാത്രത്തിന്റെ ചുവരിനനുസരിച്ച് സഹവർത്തിച്ചു കൊണ്ടിരിക്കും, അതിനോട് ചേർന്ന് നിന്നുകൊണ്ടിരിക്കും. അടുത്തത് സഹകരണമാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുക. ഞാൻ ഇപ്പോ ഒരു ബസ്സിനകത്തേക്ക് കയറി, ബസ്സിനകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എനിക്ക് വേണ്ടിയിട്ട് അവിടെ ഒതുക്കി തന്നു. ആദ്യത്തെ അവസ്ഥ എന്താ വെച്ചാൽ ബസ്സിൽ കയറുന്ന ഞാൻ, അല്ലെങ്കിൽ പാത്രത്തിനകത്ത് കയറുന്ന ഞാൻ പാത്രത്തിനകത്ത് ഒതുങ്ങലാണ്. സഹകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ്സിനകത്തേക്ക് കയറുമ്പോൾ ബസ്സിനകത്തുള്ള ആളുകൾക്കനുസരിച്ച് ഞാനും വഴങ്ങുന്നു, ബസ്സിനകത്തുള്ള ആളുകളും എനിക്ക് വേണ്ടി വഴങ്ങുന്നു. കോപ്പറേഷൻ എന്ന് പറയുന്നത്. 4മത്തെ ഇന്ററാക്ഷൻ. ബസ്സിനകത്ത് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ? അടുത്തുള്ള ആളെ വിളിച്ചിട്ട് ഹലോ എവിടേക്കാ യാത്ര, എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ തുടങ്ങും. അതാണ് ഇന്ററാക്ഷൻ എന്നുള്ളത്. അപ്പോഴാണ് ബസ്സിന് അതിന് പകരം ട്രെയിനാണെന്ന് കരുതുന്നത്. ട്രെയിനിൽ നമ്മളൊരു സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്ന സമയത്ത് ഒരാള് ഈ സീറ്റിന്റെ ഒരറ്റത്ത് ഇരിക്കുന്ന ആള് അറ്റത്ത് ജനലിന്റെ അപ്പുറത്തുകൂടെ പോകുന്ന കാപ്പിക്കാരനെ വിളിച്ചിട്ട്, കാപ്പി വിൽക്കാൻ വരുന്ന ഒരാള് ഏട്ടാ ഒരു കാപ്പി എന്ന് പറയുന്നു. അയാൾ കാപ്പി ജനലിന്റെ അവിടേക്ക് വെച്ചു കൊടുക്കുന്നു. പൈസ കൊടുക്കാനായിട്ടും കാപ്പി എടുക്കാനായിട്ട് ഇയാൾ ഈ അറ്റത്ത് നിന്ന് കൈ നീട്ടുന്ന സമയത്ത് അതിന്റെ ഇടയിലിരിക്കുന്ന നിങ്ങൾ ആ കാപ്പി എടുത്തു കൊടുത്തിട്ട് പൈസ തിരിച്ചു കൊടുക്കുന്നു ഇരിക്കട്ടെ. ഇവർക്കിടയിലുള്ള 2 കർമ്മങ്ങളെ നിങ്ങൾ ഇംപ്രവൈസ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത്. പ്രകൃതിയിലുള്ള സർവ്വചലനങ്ങളിലും നിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് നിങ്ങളിലൂടെ പോകുന്ന നിങ്ങൾ തന്നെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ തന്നെയല്ല. പലപ്പോഴും നമ്മൾ പലതിന്റെയും കണ്ണിയാവുകയാണ് വേണ്ടത്. അങ്ങനെയാണ് പ്രകൃതിയുടെ നിലനിൽപ്പ്.
കണ്ണിയായിരിക്കുക എന്നുള്ളത്. അതിനെയാണ് നമ്മളിപ്പോ ഭംഗിയായിട്ട് ബ്രേക്ക് ദ ചെയിൻ എന്ന് പഠിക്കുന്നത് കേട്ടോ. സസ്റ്റൈനബിലിറ്റി എവിടെ ചെന്ന് എത്തുമെന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാവും. ബ്രേക്ക് ദ ചെയിൻ അല്ല, മേക്ക് ദ ചെയിൻ എന്ന് മനസ്സിലാക്കുക. ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഈ മേക്കിംഗ് ദ ചെയിനിലാണ്. ധ്യാനം സംഭവിക്കുന്നതും അവിടെയാണ്. ഓക്കെ, ഈ ഇംപ്രവൈസേഷൻ എന്നുള്ള സംഭവം സംഭവിക്കണമെങ്കിൽ അവിടെ ശരിയായിട്ടുള്ള ഒരു ഡൈനാമിസം സംഭവിക്കണം. ആ ഡൈനാമിസത്തെ നമ്മൾ സാക്രഡ് ഡൈനാമിസം എന്നാണ് വിളിക്കുക. അപ്പൊ ഇംപ്രവൈസേഷൻ എന്നുള്ള ആ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടത് സാക്രഡ് ആയിട്ടുള്ള ഡൈനാമിസമാണ്. ഇത് ഇംപ്രവൈസേഷന്റെ ഒരു പ്രാക്ടീസ് ആണ് ചിത്രത്തിലുള്ളത്. ഇംപ്രവൈസേഷൻ ടെക്നിക്കുകളുടെ ഒരു പ്രാക്ടീസ് ആണ്. രണ്ടു പേർ, അത് പ്രത്യേകിച്ചും സാധാരണ ഇതിന് പ്രാക്ടീസ് ചെയ്യുക ദമ്പതികളായിരിക്കും. ഇത്തരം ഒരാളുടെ ശരീര ചലനത്തിനനുസരിച്ച് മറ്റൊരാൾ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത്. ഇംപ്രവൈസേഷന്റെ മറ്റൊരു വഴി പറയാം. നിങ്ങൾ ഏഷ്യാഡിലും ഒളിമ്പിക്സിലും ഒക്കെ ബാറ്റൺ കൊണ്ട് ഓടുന്ന റിലേ ഓട്ടം കണ്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ ആൾ ഓടി ബാറ്റൺ രണ്ടാമത്തെ ആളുടെ അടുത്ത് വരെ എത്തിക്കുന്നു. അയാൾ അത് കൈവശം വാങ്ങിച്ചുകൊണ്ട് ഒന്നാമത്തെ ആളുടെ ഒപ്പം തന്നെ ഓടി തുടങ്ങിയിട്ട് ഒന്നാമത്തെ ആൾ നിൽക്കുമ്പോഴേക്കും രണ്ടാമത്തെ ആളുടെ കയ്യിലേക്ക് ബാറ്റണായി അതും കൊണ്ട് അയാൾ പിന്നെ പോകുന്നു. പതുക്കെ പതുക്കെ ഒന്നാമത്തെ ആൾ ഓട്ടം നിർത്തും. അങ്ങനെ തുടർച്ചയായി മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു ആക്ഷനാണ് ഇംപ്രവൈസേഷൻ എന്നുള്ളത്. അപ്പോ അതൊരു തരം വിശുദ്ധമായിട്ടുള്ള, കാരണം പരസ്പര ബന്ധിതമായിട്ടുള്ള, പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള, ഇവിടെയുള്ള ആ സംവിധാനത്തെ തുടർച്ചയായി കൊണ്ടുപോകുന്ന രീതിയിലുള്ള വിശുദ്ധമായ ഒരു പ്രക്രിയയാണത്. അതാണ് സാക്രഡ് ഡൈനാമിസം എന്ന് പറയുക. ഈ സേക്രഡ് ഡൈനാമിസം എന്ന് പറയുന്ന ആ ഡൈനാമിസം എന്നുള്ള സാധനം എന്താണെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മ്യൂട്ട്, കോറിലേറ്റ്, കോപ്പറേറ്റ്, ഇന്ററാക്ട് ആൻഡ് എമിറ്റ് അല്ലെങ്കിൽ ഇന്ററാക്ട് ആൻഡ് ഇംപ്രവൈസ് എന്ന് പറയുന്നത് പോലെ അതിന് തത്തുല്യമായിട്ടുള്ള ഫിനോമിനകളാണ്, പ്രതിഭാസങ്ങളാണ് സ്റ്റാറ്റിക്, സ്റ്റാസിസ്, ഡൈനാമിക്, ഓർഗാനിക് ആൻഡ് കോസ്മിക്. ഞാനത് എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, അത് എവിടെ നിന്ന് എടുത്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാറ്റിക്, സ്ഥിതം, ചലിക്കാതിരിക്കുന്ന ഒരു കല്ല് സ്ഥിതാവസ്ഥയിലാണ്. പാത്രത്തിലിരിക്കുന്ന വെള്ളം ചലസ്ഥിതാവസ്ഥയാണ്, സ്റ്റാസിസ്. ഡൈനാമിക്, ഒരു കുപ്പിയിലുള്ള പുക ഡൈനാമിക് ആണ്. ഓർഗാനിക്, ഒരു ടംബ്ലറിലേക്കത്തേക്ക് കയറിയ ഒരു പാറ്റ ഓർഗാനിക് ആണ്. വെളിയിലിരിക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഈ വഴിക്ക് കുറച്ചുനേരം ഇവിടെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങളുടെയൊക്കെ തലയ്ക്ക് ഇളക്കം ഉണ്ടാക്കി തരുന്ന ഞാൻ, നിങ്ങളുടെ തലയെ ഇങ്ങനെ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് കോസ്മിക് ആണ്, അല്ലെങ്കിൽ മനുഷ്യർ കോസ്മിക് ആണ്. അതിലെ ഡൈനാമിക് എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗം ചലനാത്മകമാണ്. അതൊരിടത്ത് നിൽക്കുന്നതല്ല, അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നത് ചുറ്റുപാടിനനുസരിച്ച് അത് മാറ്റങ്ങൾക്ക് വിധേയമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളതാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡൈനാമിസം സേക്രഡായി സംഭവിക്കുക മറ്റുള്ളവയെ കൂടെ പരിഗണിച്ചുകൊണ്ട് സംഭവിക്കുന്നതാണ്, മറ്റുള്ളവയെ കൂടെ കെയർ ചെയ്തുകൊണ്ട് സംഭവിക്കുന്നതാണ് സേക്രഡ് ഡൈനാമിസം എന്ന് പറയുന്നത്. ഓക്കെ, ആ സേക്രഡ് ഡൈനാമിസമാണ് ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത്. ഒന്ന് ചലിക്കുമ്പോൾ ആ ചലനത്തിന് അനുരൂപപ്പെട്ടുകൊണ്ട് അതിനോട് പൊരുത്തമായിക്കൊണ്ടുള്ള ചലനം, ആ ചലനത്തിൽ സംഭവിക്കുന്നത് ഒന്നിന്റെ ചലനത്തിന് ചേർന്ന് കൊണ്ട് എന്റെ ചലനം സംഭവിക്കുന്നത് ധ്യാനമാണ്. ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അതിലെ ഒരു കുഞ്ഞ് കടന്നു വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിനെ കൗതുകത്തോടെ നോക്കും. ആ സമയത്ത് കുഞ്ഞ് കാലൊന്ന് ഇടറുന്നു എന്നിരിക്കട്ടെ. ആ കുഞ്ഞിന്റെ നടത്തത്തിനിടയിൽ കാലൊന്ന് ഇടറിയാൽ നിങ്ങളുടെ കൈ ഉടനെ തന്നെ, കുഞ്ഞിന്റെ അടുത്തെത്തണ്ട, നിങ്ങളുടെ കൈ ഉടനെ തന്നെ കുഞ്ഞിനെ താങ്ങാൻ പാകത്തിൽ ഒന്ന് നീളും. ഇത് പാരസ്പര്യത്തിന്റെ, മനസ്സിന്റെ ചേർച്ചയുടെ, ഏകതാനതയുടെ അവസ്ഥയാണ്. ഇത് സേക്രഡ് ഡൈനാമിസമാണ്. അവിടെ സംഭവിക്കുന്നത് ധ്യാനമാണ്. ഈ ധ്യാനാവസ്ഥ സംഭവിക്കുന്നത് ഏകതാനതയിൽ നിന്നാണ്. മനസ്സും ശരീരവും പരിസരവും തമ്മിലുള്ള ഏകതാനത. അവിടെ സംഭവിക്കുന്നത് അതിന്റെ പ്രവർത്തനവും നിങ്ങളുടെ പ്രവർത്തനവും തമ്മിലുള്ള കളക്റ്റീവ് ആക്ഷൻ ആണ്, ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. അവ തമ്മിലുള്ള പരസ്പര ബന്ധമാണ്, കോറിലേഷൻ ആണ്. ഇവ തമ്മിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പാകത്തിലുള്ള കോർഡിനേഷൻ ആണ്. നിങ്ങളുടെ വലത് കൈയും ഇടത് കൈയും തമ്മിൽ കോർഡിനേറ്റഡ് ആകുന്ന സമയത്ത് ധ്യാനം സംഭവിക്കുന്നു. ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ധ്യാനം സംഭവിക്കുന്നുണ്ട്. കറിക്കരയുന്ന സമയത്ത് ധ്യാനം സംഭവിക്കുന്നുണ്ട്. അവിടെയൊന്നും എന്തിന് ഈ പണ്ടൊരാളോട് നമ്മുടെ കമ്മ്യൂണിൽ വന്നിരുന്ന ലളിതയോടൊരിക്കൽ വഴുതിനങ്ങ മുറിക്കാൻ പറഞ്ഞപ്പോ എന്ത് വലിപ്പത്തിൽ വേണമെന്ന് ചോദിച്ചു. ഞാൻ ഏതാണ്ട് ഒരു സൈസ് കാണിച്ചു കൊടുത്തു.
ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളി ആ രണ്ടാമത്തെ വഴുതനങ്ങ എടുത്തിട്ട് അതിനെ പുള്ളി ഇങ്ങനെ അളവൊക്കെ നോക്കി മുറിക്കുക എന്നാ കണ്ടത്. അത് പണി തീരൂല. കാരണം അവിടെ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. ബുദ്ധി പ്രവർത്തിക്കരുത്, ഞാൻ പ്രവർത്തിക്കരുത്, എന്റെ യുക്തി, എന്റെ അളവുകോലുകളൊന്നും പ്രവർത്തിക്കരുത്. അതല്ലാതെ, ഇവയൊന്നും ഇല്ലാതെ സ്വാഭാവികമായി കളക്റ്റീവ് ആക്ഷൻ സംഭവിക്കണം, കോറിലേഷൻ സംഭവിക്കണം, കോർഡിനേഷൻ സംഭവിക്കണം. അവിടെ മനസ്സും ശരീരവും പരിസ്ഥിതിയും തമ്മിൽ, പരിസ്ഥിതി എന്ന് പറയുന്നത് നിങ്ങളുടെ പരിസരം, നിങ്ങളുടെ ചുറ്റുമുള്ള വസ്തുക്കളോ വസ്തുതകളോ വ്യക്തികളോ എന്തുമായിക്കോട്ടെ, അവയെല്ലാം തമ്മിൽ ഏകദാനമായിരിക്കണം. ഇത് ധ്യാനം. ഹാർമോണിയസ് ആയിട്ടുള്ള ഡൈനാമിസമാണ് മെഡിറ്റേഷനിലൂടെ സംഭവിക്കുക. അല്ലെങ്കിൽ ഹാർമോണിയസ് ആയിട്ടുള്ള ഡൈനാമിസം ഉണ്ടാകുമ്പോൾ അവിടെ മെഡിറ്റേഷൻ സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ ഡൈനാമിക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്റൻഷണൽ, സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതും ഇന്റൻഷണൽ ആയിട്ട് സംഭവിക്കുന്നത് പറഞ്ഞു. ഇന്റൻഷൻ വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുള്ള തോന്നലോട് കൂടി ചെയ്തത്, അതിനെയാണ് ഡൈനാമിക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതൊരു സൂഫി നൃത്തത്തിന്റെ ചിത്രമാണ്. നമ്മുടെ ലോഗോയും കണ്ടിട്ടുണ്ടാവും, സൂഫി നൃത്തത്തിന്റെയാണ് ലോഗോ. ഈ ലോഗോ അല്ല, ചയോഗ സാധനയുടെ ലോഗോ എന്ന് പറയുന്നത് സൂഫി നൃത്തത്തിന്റെയാണ്. ഓക്കെ, ഡൈനാമിക് മെഡിറ്റേഷൻ. അപ്പൊ ഈ ഡൈനാമിക് മെഡിറ്റേഷന് പല തരത്തിലുണ്ട്. അതായത് നമ്മൾ ധ്യാനം സംഭവിക്കുന്ന സമയത്ത്, നമ്മൾ ഏകദാനതയിലേക്കാകുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മുടെ പരിസരത്തിനനുസരിച്ച്, നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച്, നമ്മുടെ ഉപരിവ്യവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി രൂപപ്പെടുത്തേണ്ടതില്ല, ചിട്ടപ്പെടുത്തേണ്ടതില്ല. അതിനായി നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടതില്ല. നമ്മൾ ചേർന്ന് നിന്നാൽ മതി. ആ ചേർന്ന് നിൽപ്പിൽ നമ്മുടെ പ്രവർത്തന വേഗം വളരെ കുറവായിരിക്കും. അങ്ങനെ കുറവായിരിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന തരംഗങ്ങളുടെ വേഗം കുറവായിരിക്കും. നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന വേഗത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു സംഗീതം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ധ്യാനാവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും ധ്യാനത്തിന്റെ ഒരു അവസ്ഥയെ അനുഭവിക്കാൻ തോന്നിയത്. ബ്രെയിൻ വേവ് എൻട്രെയിൻമെന്റ് കൊണ്ട് നമുക്ക് നമ്മുടെ മസ്തിഷ്കത്തെ ധ്യാന സമാനമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷെ അത് സാങ്കേതികമായ ഒരു എത്തിക്കലാണ്, ധ്യാനമല്ല. പക്ഷെ ധ്യാന സമാനമാണ്. ധ്യാനത്തിലൂടെ കയറി പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അനുഭവിപ്പിക്കാൻ ബ്രെയിൻ വേവുകൾക്ക് കഴിയും. അത് പറഞ്ഞല്ലോ, ഇപ്പോ സെഡേറ്റീവ് കൊടുത്തിട്ട് ഉറക്കുന്നതും സ്വാഭാവികമായി ഉറങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഉറക്കം എന്നുള്ളത് അനുഭവിപ്പിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ ധ്യാനത്തെ അനുഭവിപ്പിക്കാൻ ബ്രെയിൻ വേവുകൾക്ക് കഴിയും. ഓക്കെ, റിഥമിക് മൂവ്മെന്റുകൾക്ക് കഴിയും. റിഥമിക് മൂവ്മെന്റുകൾ എന്ന് വെച്ചാൽ താളാത്മകമായ ചലനങ്ങൾ. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ വലത് കൈ ഒന്ന് ഉയർത്തു. എല്ലാവരും വലത് കൈ ഒന്ന് ഉയർത്തു. ഇനി ആ ഉയർത്തിയ അവസ്ഥയിൽ നിന്നും പുരികത്തിന് സമാന്തരമായി കൈയൊന്ന് ഇങ്ങനെ വെക്കൂ. പുരികത്തിന് സമാനമായിട്ട്. ഞാൻ എന്റെ മുഖം കാണുന്നുണ്ടോ നിങ്ങൾ സ്ക്രീനിൽ? ഇങ്ങനെ വെക്കൂ. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ വലത് കൈ മുഖത്തിന്റെ വലതുവശത്താക്കി വെക്കൂ. ഞാനീ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കൈയുടെ പൊസിഷൻ ഉണ്ടല്ലോ, മാറ്റിക്കൊണ്ടു പോകുമ്പോഴൊക്കെ തന്നെ നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ബോധം ഇവിടെയാണ് നിൽക്കുന്നത്, കയ്യിലാണ് നിൽക്കുന്നത്. ഞാൻ ആര് എന്നുള്ളതിലല്ല, നിങ്ങൾ ആര് എന്നുള്ളതിലല്ല. ഞാൻ പറഞ്ഞ കർമ്മത്തെ ചെയ്യുവാനായിട്ട് കൈ താഴെയിട്ടോളൂ. ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന്റെ ചലനങ്ങളെ, അതിന്റെ സ്ഥാനങ്ങളെ, അതിന്റെ പ്രവർത്തന രീതിയെ നിങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. ആ സമയത്ത് നിങ്ങളില്ല, ഞാനില്ല, ഞാൻ തന്ന നിർദ്ദേശം പോലുമില്ല. പകരം നിങ്ങൾ ആ അനുഭവത്തിലായിരുന്നു, അനുഭൂതിയിലായിരുന്നു. താളാത്മകമായ ചലനങ്ങൾ, നിങ്ങൾ താളത്തെ ശ്രദ്ധിക്കുന്നു, ചലനങ്ങളെ ശ്രദ്ധിക്കുന്നു, താളത്തിലും ചലനത്തിലുമായിരിക്കുന്നു. ആ സമയത്ത് നിങ്ങളില്ല, ഞാനില്ല, നിർദ്ദേശം തന്ന ആളില്ല, തന്നവനില്ല, പരിസരമില്ല, ഒന്നുമില്ല. നിങ്ങൾ മാത്രം, നിങ്ങളുടെ ആ ചലനങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ധ്യാനം സംഭവിക്കും. കോർട്ടക്കാർവ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒന്നാണ്. കോർട്ടക്കാർവിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. കൃത്യമായിട്ട് എങ്ങനെയാണ് മനുഷ്യന്റെ ബോധബുദ്ധികൾ എന്താണെന്നുള്ളതും അവ എങ്ങനെയാണ് തുലനം ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാം. എന്താണെങ്കിലും കോർട്ടക്കാർവ് എന്ന് പറയുന്നത് നിങ്ങൾ നിൽക്കുന്ന ഇടത്തെ, സ്ഥാനത്തെ കൃത്യമായി ഏകദാനതയിൽ കൊണ്ടുവരുന്ന ഡൈനാമിക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ആണ്. നിങ്ങളുടെ സമയത്തെ കൃത്യമായി ഏകദാനമാക്കുന്നതാണ്. നിങ്ങളുടെ ശരീര നിലയെ, ശരീര ചലനത്തെ, ശരീരത്തിന്റെ ഒഴുക്കിനെ ഒക്കെ, നിങ്ങളുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ, ഊർജത്തിന്റെ ഒക്കെ ഒഴുക്കിനെ, സ്പേസിനെ, ടൈമിനെ, പോസ്റ്ററിനെ, മൂവ്മെന്റിനെ, ഫ്ലോ, ഇവയെല്ലാം ക്രമീകരിക്കുന്ന ഒന്നാണ് കോർട്ടക്കാർവ്.
നിത്യേന രാവിലെ നമ്മൾ കോട്ടക്കാരന്റെ പ്രാക്ടീസ് ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൽ സാധകർ പലരും ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ ഈ കോട്ടക്കാരം എന്ന് പറയുന്നത് ഡൈനാമിക് മെഡിറ്റേഷന്റെ ഒരു പ്രാക്ടീസാണ്. ഇത്തരം പ്രാക്ടീസുകളിലൂടെ നമ്മൾ കടന്നു പോകണം. ഇത്തരം പ്രാക്ടീസിലൂടെ കടന്നു പോകാൻ ഒരു തവണ കടന്നു പോകുമ്പോൾ ഇപ്പൊ ഞാൻ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ കൈ ഇങ്ങനെയാണോ പിടിക്കേണ്ടത്, ഇങ്ങനെയാണോ പിടിക്കേണ്ടത് എന്ന് നിങ്ങൾ അല്പമെങ്കിലും ആലോചിച്ചെങ്കിൽ അങ്ങനെ 100 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കേണ്ടി വരില്ല. പൂർണ്ണമായിട്ടും നിങ്ങൾ അതുമായി വിലയത്തിലാകുന്ന സമയത്ത് ആണ് സാധന എന്നത് സംഭവിക്കുക. എന്താണ് സാധന? നിരന്തരമായി സംഭവിക്കുന്ന ഒരു പ്രയോഗമാണ് സാധന എന്ന് പറയുന്നത്. ധ്യാനമായിക്കോട്ടെ, ഒരു കർമ്മമായിക്കോട്ടെ, നിരന്തരമായി നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഒന്നിനു വേണ്ടിയും അല്ലാതെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാധന. എന്തെങ്കിലും ലക്ഷ്യം പ്രതീക്ഷിച്ചിട്ട് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടമോ മറ്റെന്തെങ്കിലും നേട്ടമോ പ്രതീക്ഷിച്ച് ചെയ്യുന്നതാണെങ്കിൽ അതൊരു കർമ്മമായി മാറുന്നു, ചാക്രിക കർമ്മമായി മാറുന്നു. ഈ ചാക്രിക കർമ്മം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഫലമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പ്രാക്ടീസ് അഥവാ സാധനയായി മാറും. ഓക്കെ, അതിന് റിപ്പീറ്റേറ്റിവിറ്റി ഉണ്ടാവും, ആവർത്തന സ്വഭാവം ഉണ്ടായിരിക്കും, റെഗുലാരിറ്റി, അതിന് സ്ഥിരത ഉണ്ടായിരിക്കും, റെഗുലർ ആയിട്ട് സംഭവിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സ്ഥിരത എന്ന് ഞാൻ ഉദ്ദേശിച്ചത് റെഗുലർ ആവുക എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കളക്ടിവിറ്റി ഉണ്ടാവും. കളക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതിനേക്കാളും കൂട്ടം ആളുകൾ, ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് ചെയ്ത് നിൽക്കുന്ന, ഒന്നിലധികം ആളുകൾ ചേർന്ന് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിന്റെ ആ ഒരു ഏകതാന അവസ്ഥ, അത് പ്രകൃതിയുമായി ഉപരിവ്യവസ്ഥയുമായി സംവദിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഉറപ്പ്, ഒരു ഒഴുക്ക് അതിനുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്രാവിറ്റി എന്ന പദം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റേഷൻ പഠിച്ചിട്ടുണ്ടാവും. അത് അതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു, ഗുരുത്വം എന്നുള്ള അർത്ഥത്തില്. ഗുരു എന്ന് വെച്ചാൽ വെളിച്ചം തരുന്ന, അറിവ് തരുന്ന ഒരുത്തനാണ് ഗുരു എന്നുള്ളതല്ല നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആധാരമാകുന്ന മർമ്മം, ആ മർമ്മത്തിലേക്ക് ചേർന്ന് നിൽക്കുവാനുള്ള സ്വഭാവമാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആ ഗുരുത്വം ഉണ്ടായിരിക്കുന്നതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പയറ്റി അഥവാ ഭക്തി, നാം ചെയ്യുന്ന കർമ്മത്തോട്, നാം ചെയ്യുന്ന ആ ആവർത്തിത കർമ്മത്തോട്, ആവർത്തിത ധർമ്മത്തോട് സ്ഥിരമായി ചേർന്ന് നിൽക്കാനുള്ള ഭക്തി ഉണ്ടായിരിക്കുക. ഇതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇതിലൂടെ മാത്രമാണ് നമുക്ക് നിരന്തരമായ ഡൈനാമിക് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനിലേക്ക് നമ്മൾ എത്താൻ കഴിയുക. അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല, അത് സംഭവിക്കലാണ്. ആ സംഭവിക്കൽ ഇവിടെ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ക്യൂ ലൈഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്നത് കണ്ട് QL എന്ന് എഴുതില്ല, ക്യൂ ലൈഫ് പ്രാക്ടീസ്. ക്യൂ ലൈഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ ഒരു കൂട്ടം സംവിധാനങ്ങളാണ്. അത് പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. അത് ഈ ശരീര ചലനങ്ങളിലൂടെ മാത്രമല്ല ഉണ്ടാവുന്നത്. നമ്മൾ അതിനുപയോഗിക്കുന്നത് ഒന്ന് ഗുർജിഫിന്റെ പ്രാക്ടീസുകളാണ്. ഗുർജിഫ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറേയേറെ ശരീര ചലനങ്ങൾ, അതിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തി വെച്ചത്, കാലങ്ങൾ എടുത്ത് ചിട്ടപ്പെടുത്തിയതാണ്. അതിനെ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത് ട്രഡീഷണൽ പ്രാക്ടീസുകളാണ്. കുണ്ടലിനി യോഗം എന്ന് പറയുന്ന ആ ഭാഗത്തുള്ളത്, ക്യുഗോങ്, മറ്റേ ശിവനാട്ട, അതുപോലെ തന്നെ തായ്ച്ചി തുടങ്ങിയ മേഖലകളിലുള്ള പലതും. അതുപോലെ തന്നെ നമ്മൾ കണ്യാർ, മുളക്കൊട്ട് തുടങ്ങിയ പ്രാദേശിക നൃത്തങ്ങളുടെയൊക്കെ രൂപങ്ങളുമൊക്കെ നമ്മൾ ഇതിനു വേണ്ടി സന്നിവേശിപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ പ്രാക്ടീസുകളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അടുത്തതാണ് ചയോഗ എന്നുള്ളത്. കോട്ടക്കാർ പ്രാക്ടീസ് ആണ് ഇതിലെ പ്രധാനപ്പെട്ടത്. ഞാൻ മുമ്പേ പറഞ്ഞ കോട്ടക്കാർ എന്ന് പറയുന്നത് താളവും ചലനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രാക്ടീസാണ്. കോട്ടക്കാർവിനെ കുറിച്ച് നിങ്ങൾക്ക് നെറ്റിൽ നിന്നും ഇഷ്ടംപോലെ അറിയാൻ കഴിയും. രണ്ട്, അഫർമേഷൻ ആൻഡ് അഫോർമേഷൻ ആണ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ആത്മനിർദ്ദേശങ്ങൾ. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അഫർമേഷൻ ഉപയോഗിക്കാൻ. ഈ അഫർമേഷൻ എന്നുള്ള ജീവിതത്തിന്റെ ചിട്ടപ്പെടുത്തലിലാണെങ്കിലോ അത്തരത്തിലുള്ള അഫർമേഷനുകളും എഫോർമേഷനുകളും നമ്മുടെ ഉള്ളിലുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് ഫോർമേഷൻ എന്ന് പറയുക. പിന്നെയുള്ളത് കോൺഷ്യസ് ബിഹേവിയർ ആണ്. നമ്മുടെ പെരുമാറ്റത്തെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത്. ക്രമപ്പെടുത്തുക, ചിട്ടപ്പെടുത്തുക, വഴിമാറ്റുക എന്നുള്ളതല്ല. നമ്മുടെ പെരുമാറ്റത്തെ നമ്മൾ ശ്രദ്ധിക്കുക, അതിന്റെ മൂല്യത്തെ ശ്രദ്ധിക്കുക, അതിന്റെ രീതിയെ ശ്രദ്ധിക്കുക, അതിന്റെ പാറ്റേണുകൾ ശ്രദ്ധിക്കുക. ആ ശ്രദ്ധയിലൂടെ നമ്മൾ എന്ത് കുറവ് എന്ത് കൂടുതൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ അതിലായിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ടാസ്കുകൾ, നമ്മുടെ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയും ബോധവും എല്ലാം ഏകതാനതയിലായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ.
അതിലൂടെ പോവുക. പിന്നെ സേക്രഡ് റൈറ്റിങ്ങുകൾ, വിശുദ്ധമായിട്ടുള്ള എഴുതലുകൾ, അത് അത്തരത്തിലുള്ള വരയ്ക്കലുകൾ, അത്തരത്തിലുള്ള കേൾവികൾ, ഇവയെല്ലാം ചേർന്നുകൊണ്ടാണ് യോഗ സാധന എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു മോർണിംഗ് പ്രാക്ടീസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പോ. അതല്ലാതെ തന്നെ കോഴ്സുകളായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ മോർണിംഗ് പ്രാക്ടീസുകൾ എന്ന് പറയുന്നത് നമ്മൾ ലോക ശാന്തിക്ക് വേണ്ടിയിട്ടും ഇനി വരുന്ന ഒരു കാലത്ത് ലോകം പോകുന്ന പുതിയൊരു വഴിയുണ്ട്. ആ വഴിയിൽ ഒരു കളക്റ്റീവിന് മാത്രമേ ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് ലോകത്തിന്റെ ആ ഒരു ക്രമീകരണത്തില് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ധ്യാനാത്മകമായ കൂടിച്ചേരലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോർണിംഗ് കളക്റ്റീവ് പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 6:25 മുതൽ 7:30 വരെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആളുകളെ കണ്ടെത്താനും ക്ഷണിക്കാനും വേണ്ടിയാണ് ഇത്തരം ഒരു പ്രോഗ്രാം നടത്തുന്നത്. അതിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതിലെങ്ങനെ കയറാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവർക്കായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളിവിടെ ഇപ്പൊ ഈ ചിത്രങ്ങളെല്ലാം തന്നെ ആ പ്രഭാത സാധനയിലെ ചിത്രങ്ങളാണ് കാണുക. ഓക്കെ, കുടുംബമായിട്ട് ചെയ്യുന്നവരുണ്ട്. ഈ ഇതിൽ ഇരിക്കുന്ന പലരുടെയും ചിത്രങ്ങൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഇവിടെ ഈ സ്ക്രീനിൽ നോക്കി ഇരിക്കുന്ന പലരുടെ മുഖമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച വിഷയങ്ങൾ അതൊക്കെയാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ജനറൽ ടേമിൽ എന്താണ്, നാച്ചുറൽ ടേമിൽ എന്താണെന്നുള്ളത്, അതിന്റെ ഗുണങ്ങൾ എന്താണ്, റിഥം എന്താണ്, പൊളാരിറ്റി അല്ലെങ്കിൽ ധ്രുവത എന്നുള്ളത് എന്താണ്, ഹാർമണി എന്നുള്ളത് എന്താണ്, ഇംപ്രവൈസേഷൻ എന്നുള്ളത് എന്താണ്, ഡൈനാമിക് മെഡിറ്റേഷൻ എന്നുള്ളത് എന്താണ്, പ്രാക്സസ് അല്ലെങ്കിൽ സാധന എന്നുള്ളത് എന്താണ്, ക്യൂ ലൈഫ് പ്രാക്സസ് എന്നുള്ളത് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയാനാണ്. ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചാണ്. അത് കൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദ്യങ്ങൾക്കനുസരിച്ചുള്ള മറുപടികൾ തരിക വഴി നമുക്ക് വിഷയങ്ങളെ കൂടുതൽ പരിചയപ്പെടാം. അപ്പോ എന്റെ വിലാസം ഇതാണ്: സന്തോഷ് ഒളിമ്പസ്, ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപ് ഇക്കോളജി, പാലക്കാട്, 678-102. എന്റെ ഫോൺ നമ്പർ ഇതാണ്. ഇമെയിൽ ID santosh@olympus.in എന്നുള്ളതാണ്. വെബ്സൈറ്റ് ഇതാണ്. പിന്നെ ഞങ്ങളുമായി ബന്ധപ്പെടണമെങ്കിൽ എന്റെ ഫോൺ നമ്പർ ഉള്ളവർക്ക് അങ്ങനെ ബന്ധപ്പെടാം. അതല്ല, നിങ്ങൾക്ക് അതിനുള്ള സമയമോ സാഹചര്യമോ ഇപ്പോൾ കിട്ടുന്നില്ല, അതൊന്നും കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് ചാറ്റ് ബോക്സിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് അവിടെ ടൈപ്പ് ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള പ്രോഗ്രാമിൽ കയറാനുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ഓക്കെ, പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടെ വേണം ടൈപ്പ് ചെയ്തിടാൻ. ഫോൺ നമ്പർ മാത്രം കിട്ടിയിട്ട് ഞങ്ങൾ അയക്കില്ല, പേരും സ്ഥലവും ഫോൺ നമ്പറും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷനിലൂടെയാണ് ക്ലാസ്. ഇതുവരെയുള്ളത് എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഈ ഒരു ടൂൾ ഉപയോഗിച്ചത്. നമ്മളിത് കഴിയുന്നു. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി തരിക വഴി അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുക വഴി നമുക്ക് ഇതിനോട് മുൻപോട്ട് പോകാം. സ്വാഗതം.